ആനകൾക്ക് നമസ്കാരം. ഏലിയനായിട്ട് കാണുവാണോ? അതെ അതെ എല്ലാവരും. പക്ഷെ മുടിയൊക്കെ വളർന്നിട്ട് ഒരു മറ്റേ ഗോകുല് ഡ്രീം ചെയ്യുന്ന ഏലിയൻ ഉണ്ടല്ലോ, അതുപോലെ ആയിട്ടുണ്ട് ഇപ്പൊ. ഒരു പ്രത്യേകമായിട്ടുള്ള ചെറിയ ഒരു എനിക്ക് കണ്ടപ്പോൾ തോന്നിയൊരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്തൊരു ലിപ് ലോക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ഇപ്പം ഗോകുലം അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് ഗോകുൽ എന്നൊരു ആളുണ്ടല്ലോ, ഗോകുൽ സുരേഷ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഡയറക്ടർ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത്? പെട്ടെന്ന് വില്ലിങ് ആയി ഗോകുല്, പെട്ടെന്ന് തന്നെ വില്ലിങ് ആയത് ഒറ്റ ടേക്കിൽ ഓക്കെ. അവർ പ്രൊഫഷണൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഏറ്റവും വലിയ കാര്യം ഗൂഗിളാണെന്നുണ്ടെങ്കിലും ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് കണ്ടു വന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ, നമ്മൾ കൺവെൻഷണൽ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോൾഡ് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും ഒരേ വൈബും മൈൻഡ് സെറ്റ് ഒക്കെയാണ്. ഒറ്റ ടേക്കിൽ ഓക്കെ ആയോ? ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി സെറ്റായിരുന്നു. ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഇന്റർവ്യൂ കേട്ടോ? അതൊരു ഏലിയൻ കഥാപാത്രമായതുകൊണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഏലിയൻ കിസ് ചെയ്യാൻ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്പീഷീസ് ആണെന്നുള്ളൂ. ചന്തുചേരി. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചെറിയ ഡ്രൈവോട് കൂടി ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു. അല്ല, നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധത്തിന് അത് ശരിക്കും മസ്റ്റാണ് ശരിക്കും അല്ലേ? ആ ഒരു നിങ്ങൾ ഗൂഗിളിനകത്ത് നമുക്കറിയാം ലൂസർ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരാളാണ്. അപ്പം നമ്മൾ പറഞ്ഞൊരു ഇൻസ്ട്രക്ഷൻ അങ്ങനത്തെ ലൂസറിൻ്റെ അടുക്കൽ ഭയങ്കര കുറച്ച് ഡൊമിനേറ്റിംഗ് ആയിട്ട് കളിക്കുന്ന, പെട്ടെന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ചെയ്ത് കഴിയുന്ന സമയത്തുള്ള എക്സ്പ്രഷൻസ് ആണ് ഞാൻ വേണമെന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് കിസിനേക്കാളും ഇഷ്ടമാണ് ശേഷമുള്ളവർ രണ്ടുപേരുടെ എക്സ്പ്രഷൻസ്. അതിന് ശേഷം ഗൂഗിൾ ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുന്നതാണ് അതിനകത്ത്. അല്ല, ഞങ്ങൾ വിചാരിച്ചത് ഒറിജിനലായിട്ട് സംഭവിക്കുമല്ലോ പെട്ടെന്ന്. അങ്ങനത്തെ ഒരു നെറ്റർനെസ് ഒന്നുമില്ല. നമ്മുടെ ക്യാരക്ടേഴ്സ് പ്രൊഫഷണലായിട്ട് അത് ചെയ്തതാണ്. പിന്നെ നമ്മൾ ആ സെറ്റ്സിൽ നമ്മൾ അതുപോലെ അല്ല നമ്മൾ ഇപ്പോൾ അറിയാലോ, നമ്മൾ ഇൻറ്റിമസി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡയറക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമുക്ക് അതിന് ലക്ഷണം ഇല്ലാണെങ്കിൽ പോലും നമ്മൾ ആ രീതിയിൽ ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കാനുള്ള ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ തന്നെ പറഞ്ഞു. അത് കഴിയുമ്പോൾ ഇതൊന്നും നടക്കാത്ത പോലെ തന്നെ പെരുമാറും ആള്. കുറച്ച് ഒന്നുകൂടെ എന്ന് പറയുമ്പോൾ എങ്ങനെ ശരിക്കും നമ്മുടെ മനസ്സിൽ തോന്നില്ല ഇങ്ങനൊരു സംഭവം നമ്മൾ ഈ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നു, ഏറ്റെടുത്ത് കഴിഞ്ഞു. ഈ ഏറ്റെടുക്കുന്നു തോന്നിയ മുഹൂർത്തപ്പോഴായിരുന്നു ശരിക്കും റൈറ്റർ എന്ന നിലയിൽ അങ്ങനെ? കേരള കോമിക് കോൺ എന്നൊരു കോമിക് ഫെസ്റ്റിവൽ ജനുവരി ഇവിടെ UP വേറെ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കിട്ടിയ റെസ്പോൺസ് സത്യമായ ഭയങ്കര ഒരു ഊർജ്ജമായിരുന്നു. തിയേറ്ററിൽ ഏതാണ്ട് 200ഓളം പേരുള്ളൊരു സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള തിയേറ്ററിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ അന്ന് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഐഡിയ ഉണ്ടായിരുന്നു ചെയ്തെങ്കിൽ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായി തിയേറ്ററിൽ വർക്ക് ചെയ്യാനുള്ള എന്തോ ഒരു സാധനം ഇതുകൊണ്ട് നമുക്ക് അന്നൊരു ധാരണ ഉണ്ടായി. പിന്നെ അവിടെ നിന്നാണ് നമുക്ക് തിയേറ്റർ റിലീസ് ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു. നമുക്ക് ബേസിക്കലി നമ്മുടെ ഏത് ഏജിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ വെച്ചിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. ജനുവരിയിൽ തന്നെ നമുക്ക് ഈ കോമിക്കോൺ പോലത്തെ വരുന്ന ക്രൗഡ് നമുക്കറിയാമല്ലോ, പിള്ളേരുടെ ഒറിജിനൽ എന്താണ് അവർ ഭയങ്കര ഹോണസ്റ്റായിട്ട് ഒരു ഫീഡ്ബാക്ക് എന്നറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്കൊരു ചെറിയൊരു ആൾട്ടർനേറ്റീവ് കിട്ടിയത്. പിന്നെ അക്രോസ് ലാംഗ്വേജ് എടുത്ത് മറക്കാമെന്ന് അവിടെ തോന്നിയിട്ടുണ്ട്. അവരുടെ സജഷൻസ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ചെയ്ത് കഴിയുമ്പോഴും അല്ലെങ്കിൽ ചെയ്യുന്ന സമയത്തും ഇത് ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുടെ ഇടയിൽ മാത്രം ഒതുങ്ങി പോകും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ഇങ്ങനെ തോന്നിയായിരുന്നു? ആ കാറ്റഗറി വലുതായി എന്നുള്ളതാണ് അതിന് സത്യം. നേരത്തെ ആ കാറ്റഗറി എന്ന് പറയുന്നത് വളരെ നീഷ് ഓഡിയൻസ് ആണ്. പക്ഷേ ഇപ്പോൾ ഞാൻ പറയാൻ ഞാൻ ആലോചിക്കുമ്പോൾ ഡെഡ്പൂളിൻ്റെ ഫാൻ ഷോയുടെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. അത് പണ്ട് നമ്മൾ വിജയിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ മാത്രം നമ്മൾ കണ്ടുന്ന സാധനമാണ്. അപ്പോൾ ഡെഡ്പൂളിൻ്റെ ഫാൻ ഷോ ഫ്ലെക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ അതിന് ഓഡിയൻസ് ഉള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. അല്ല, ഇപ്പോൾ ഈ ഏരിയൻ അല്ലെ ഇതിങ്ങനെ ചെയ്യണ സമയത്ത് അനാർക്കിലി ആണ് ഇതിന് ആപ്റ്റ് എന്ന് തോന്നുന്നു ഒരു ഡയറക്ടർക്ക്. ഒരു ആളുടെ ഇപ്പോൾ കഥ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇത് വർക്ക് ചെയ്യണ സമയത്തും അതിനകത്ത് കഥാപാത്രത്തെ കാസ്റ്റിംഗ് ഉണ്ടല്ലോ ശരിക്കും. അപ്പോൾ ഈ ഇതിന് ചെയ്യാൻ പറ്റിയത് മലയാളത്തിൽ അനാർക്കലി ആണ്, അല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യത്തെ പടത്തിൽ അനാർക്കലി ആയിരിക്കണം എന്ന് തോന്നാനുള്ള ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടല്ലോ ശരിക്കും. എനിക്ക് ആനന്ദത്തിൽ തന്നെ
അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാരക്ടർ മക്കളുടേതാണ്. അപ്പോൾ എനിക്കത് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഇൻട്രോട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് റീച്ച് ഔട്ട് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഒരു മൂവിയുടെ ഒരു എഴുത്തും ബാക്കിയുള്ള സ്റ്റേജിലെത്തി ഞാൻ ശിവം ഡിസ്കസ് ചെയ്യുമ്പോൾ നോക്കുമ്പോൾ ഒറ്റ പേരുള്ളായിരുന്നു. പിന്നെ ഞങ്ങളുടെ എനിക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റ് ആണ് മൂവി കളർ ചെയ്യാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വീട്ടിൽ കൊടുക്കാനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോയി. ഫുൾ ടൈം എയറിലായിരുന്നു. നമ്മളെ കൺട്രോളർ രാത്രി വീട്ടിൽ പോകാനായിട്ട് വണ്ടി വിടാൻ വേണ്ടിയിട്ട് നോക്കി വന്ന് നോക്കിയപ്പോൾ നോക്കി വിടുമ്പോൾ ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ ഞാൻ അരമണിക്കൂർ ഇട്ട് വരാം, പുള്ളി തിരിച്ചു പോകാൻ. അനാർക്കിലിനോട് ഈ കഥ പറയുന്ന സമയത്ത് ഇത് അനാർക്കിൽ ചെയ്ത വർക്കാവോ എന്ന് തോന്നിയിട്ടുണ്ടോ? ആ ഒരു മുഹൂർത്തം എങ്ങനെയായിരുന്നു ശരിക്കും? സിനിമ ഒരു ഡിഫറെന്റ് അപ്രോച്ച് അല്ലായിരുന്നു, അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും കണക്ട് ആവാൻ തോന്നിയില്ല. അങ്ങനെയൊന്നും എനിക്ക് ആദ്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതിപ്പം ആർക്കാണ് കണക്ട് ആവത്തില്ലാന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് തന്നെ ആദ്യം അത്ര പിടികിട്ടിയില്ല. പിന്നെ സ്വന്തമായിട്ടുള്ള സംസാരത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം അങ്ങനത്തെ ടേംസ് ഒക്കെ ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഓക്കെ ഇതെങ്ങനെ ആൾക്കാർക്ക് ഓക്കെ മനസ്സിലാവും. പക്ഷെ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ടേംസ് മനസ്സിലായി. സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ടച്ച് ചെയ്തത്. ഒന്ന് അതിൻ്റെ ഒരു ഹ്യൂമർ, പിന്നെ അതിൻ്റെ ഒരു കഥയുടെ ഒരു ട്രാവൽ ഉണ്ടല്ലോ, അതിൽ ഭയങ്കര നമ്മൾ ആ ലോകത്തിൽ നമ്മൾ അതിൽ ഇന്നാവുകയും ഒക്കെ ചെയ്തായിരുന്നു. മോറോൾ ഞാൻ ആദ്യം ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കട്ടുണ്ടായിരുന്നു, കുറച്ചുകൂടി വലുതായിരുന്നു. മ്യൂസിക് ഒക്കെ വേറെ രീതിയിലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കട്ടാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ കട്ടാണ്. കാര്യം അതിൻ്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയിലാണ്. ഇത് കുറച്ച് നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മ്യൂസിക് ഡിസൈനൊക്കെ, പക്ഷെ അത് അങ്ങനെയല്ല, ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആദ്യം മുതലേ ഞാൻ ഭയങ്കര പ്രശ്നമായിരുന്നു സിനിമയിൽ. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചന്തു ഇത് നമുക്ക് തിയേറ്റേഴ്സിൽ ഇറക്കണം. നാട്ടിൽ പറയുന്നത് മുമ്പ് വരെ ഞങ്ങൾ രണ്ടുപേരും OTT പ്രൊഡക്റ്റായിട്ട് ആലോചിച്ചിരുന്നു. അപ്പം ഇൻഷ്യൽ ഡേയ്സിൽ വരുന്ന സമയത്താണെങ്കിലും ഞങ്ങളുടെ മൈൻഡിൽ ഒരു ടിവിക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റും ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല. ആക്ച്വലി ഞങ്ങൾ ചുമ്മാ ഒരു വിവരക്ക് വേണ്ടി പറയുന്നതല്ല, ഞങ്ങൾ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല ഒരു ടി ഉമ്മണിക്ക് മുകളിലേക്ക് ഒരു 65 ടിവിക്ക് മുകളിലേക്ക് കാണാൻ പറ്റും. പക്ഷേ തിയേറ്ററിൽ കാണുന്ന സമയത്ത് നമ്മുടെ ലേറ്റ്ലി വന്ന ടെക്നീഷ്യൻസ്, നമ്മുടെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്, ശങ്കരൻ, സിദ്ധാർത്ഥ, വിഷ്ണു എല്ലാവരും ചുമ്മാ സൗണ്ടിനൊക്കെ ബെസ്റ്റ് തന്നിട്ടുണ്ട്, DA തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പ്രോഡക്റ്റ് തിയേറ്ററിലേക്ക് കേറ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ എല്ലാവരും എൻ്റെ ടെക്നിക്കൽ സൈഡ് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, അടിപൊളിയാണുള്ളത്. നമുക്ക് ഭയങ്കര പ്രൗഡാക്കായിരുന്നു. ഞാൻ ഫോട്ടോഗ്രാഫറായിട്ട് തുടങ്ങിയതാണ് ഞാൻ ഇൻഡസ്ട്രിയിൽ ഡിസൈനായിട്ട്. അപ്പോൾ എൻ്റെ അങ്ങനത്തെ സൈഡുകളൊക്കെ എനിക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. അനാർക്കലി ആയാലും ഈ പടത്തിന് ശേഷം അല്ലെങ്കിൽ ഈ പടം ഇറങ്ങിയത് അല്ലെങ്കിൽ അതിന് മുമ്പായാലും അതിനോടനുബന്ധിച്ചുള്ള ഡ്രസ്സുകളും വാച്ചും ഒക്കെ ഒരു പ്രത്യേകതരം ആണ് ധരിക്കുന്നത് എല്ലായിടത്തും. ഒരു വെറൈറ്റി കൺസേൺ എപ്പോഴും ആൾക്കാരുടെ ഇടയിൽ നിൽക്കാറുണ്ട്. അപ്പോൾ അനാർക്കലി മാത്രം ഒരു കൂട്ടം ആൾക്കാർ വന്നാലും അനാർക്കലി ശ്രദ്ധിക്കും. അല്ലേ, ഇതൊക്കെ കൊണ്ടാണോ അനാർക്കലി കാസ്റ്റ് ചെയ്യാൻ കാരണം? അതെ, ഞാൻ ആദ്യം അനാർക്കലി വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ല, നമ്മളെ ബെസ്റ്റ് ആക്ടർ വന്ന് മമ്മൂക്ക എടുക്കാൻ മറ്റേ പറയുന്നുണ്ട്, മറ്റേ നമ്മുടെ ബ്രോ ആദ്യം അംഗമാർ എടുക്കാൻ ഗുണ്ടായിട്ട് പീടി ധരിച്ചിട്ടുണ്ട് റോള് വരുമെന്നാണ് ചോദിക്കുന്നത്. അതേപോലെ എന്നെ കാണാൻ വരുന്ന എക്സ്പൾസിൽ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ച് പലരോട്ടും തമ്മിൽ രക്ഷ കൂടി ചുമ്മാ അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ മറ്റേ സോൾട്ട് അവസ്ഥയാണ്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അന്ന് 2 കാസ്റ്റിംഗ് നടന്ന അതിലെ ബൈക്കിങ് ഞാൻ ഒന്ന് കാസ്റ്റ് ചെയ്തു. പിന്നൊരു 50 ദിവസം കഴിഞ്ഞു പിന്നെ അത് കൊടുത്തത് 12 സൈക്കിളിൽ ഞങ്ങൾ തിരിച്ചു കൊടുത്തത് 12 സൈക്കിൾ തിരിച്ച് ലാലേട്ടൻ കൊണ്ടിരുന്നു. അനാർക്ക് എങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്നതൊക്കെ ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാർ എന്നെ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് ചെയ്യണത്, അതോ നോർമലി ചെയ്തുമ്പോൾ അങ്ങനെ ആയി പോണതാണോ? അങ്ങനത്തെ കഴിഞ്ഞ ദിവസം ഞാൻ അങ്ങനെ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വേഷമൊക്കെ ഇട്ടില്ലേ വരുന്നത്, ചുരിദാറും ചിലപ്പോൾ ജീൻസിൻ്റെ പിന്നെ വെറൈറ്റിക്ക് ഒന്ന് ട്രൈ ചെയ്താ കയറിയല്ലോ. ഇതൊന്നും ഇവിടെ നഗരത്തിൻ്റെ അടുത്ത് പോലും പറ്റില്ല.
ഞാൻ കമന്റ്സും മീംസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു കുറെ. ഒരു മറ്റേ ഇന്നലെ നമുക്ക് വന്ന് ലെറ്റർ ബോക്സിലേക്ക് ലിപ് ലോക്ക് ഇൻ മോളിവുഡ് വൺ ഓഫ് ദി ബെസ്റ്റ് ലിപ് ലോക്ക് ഇൻ മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ബോക്സിൽ കമന്റ് ഇടുന്നു. തള്ളിയതല്ലാതെ കിടപ്പുണ്ട്. അല്ല ഞങ്ങൾക്ക് ഇഷ്ടമായി എനിക്കും ഇഷ്ടമായി. Live rating. ഇതായിരുന്നു. രസമുണ്ട് ആ പരിപാടി. ഡീപ്പിലൊക്കെ See, ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇത്രയും കൂടുതലുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റുന്നു. ഷീസ് എ പ്രൊഫഷണൽ. Yes. അതുകൊണ്ടാണ് അല്ല അനാർക്കില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചുള്ള അപ്രോച്ച് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾക്ക് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ കയറില്ലോ. ആ സ്പേസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അനാർക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ കയറിപ്പോ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്.